ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ശങ്കരിക്കും ശ്രീകുട്ടിക്കും ബാലസഭയിൽ ഓണ സെലിബ്രേഷൻ ആയിരുന്നു. അവർക്ക് വേണ്ടിയുള്ള ഡാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. അവർ നല്ല വെട്ടിപ്പായിട്ട് പോയി കളിച്ചതാ. ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. ഡാർക്ക് ഫാൻറ്റസിയുടെ ബോക്സ് ആയിരുന്നു. അത് ഞാൻ രണ്ടുപേർക്കും ഗിഫ്റ്റ്സൊക്കെ കൊടുത്തു. പിന്നെ അവിടെ നല്ലൊരു ഓണ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോഴത്തേക്കും ചിന്നു ശ്രീനിച്ചേനും ഒല്ലും കൂടി നമുക്ക് ഓണക്കോടിയൊക്കെ ആയിട്ട് വന്നതാണേ. അച്ഛനും അമ്മയ്ക്കും എനിക്കും ശങ്കരിക്കും ശ്രീജുവിനും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആയിട്ടാണ് അവർ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണെങ്കിലോ, ഇത് ഓണമല്ലേ, ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമല്ലോ. ഞാൻ പിന്നെ ഇനി എൻ്റെ വീട്ടിൽ കൊണ്ട് ഡ്രസ്സ് കൊടുക്കണം. ഞങ്ങൾ അന്ന് പോയി എടുത്ത ഡ്രസ്സ് ഇന്നിപ്പോൾ കൊണ്ടേ കൊടുക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ. പിന്നെ എനിക്കാണെങ്കിലും എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം, ശങ്കരിയുടെ ഡ്രസ്സും. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് കുമ്പളത്താണേ. കുമ്പളത്തുള്ളൊരു വീട്ടിലാണ്. ആ ചേച്ചി എൻ്റെ കംഫർട്ട് സോണാണ്. കാരണം ഞാൻ കല്യാണത്തിന് മുമ്പ് തൊട്ട് ഈ സമയം വരെ അവിടെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും വൈകിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ സന്ധ്യ ആയപ്പോഴത്തേക്കുമാണ് വീട്ടിലോട്ട് പോയത് തന്നെ. പിന്നെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനുണ്ടായിരുന്നു. ആമി ഞങ്ങളെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യാനാണ്. ഞങ്ങളെ ഇത് ആരെ കണ്ടാലും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇറക്കി വിടൂല കേട്ടോ അവളെ. ഇവിടെയൊക്കെ ഓടി നടന്ന് അവൾ നശിപ്പിക്കും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. ഇറങ്ങി അധികം നേരമൊന്നും ഇരുന്നില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണക്കോടികൾ വിതരണം ചെയ്തു. ഇറങ്ങി അമ്മതേ ആമയായിട്ട് ഞങ്ങൾക്ക് വന്ന് ബായ് പറയാൻ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുമ്പളത്ത് പോയി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. പിന്നെ പോയത് നേരെ സ്വർഗത്തിലോട്ടാണ്, നമ്മുടെ സ്വന്തം സ്വർഗത്തിലോട്ട്. സത്യം പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വർഷമായിട്ടും അരൂരുണ്ടായിട്ട് പോലും ഞാൻ ഈ റെസ്റ്റോറൻറ്റിലൊന്നും പോയിട്ടില്ല. പോകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടൊക്കെയോ നടന്നിട്ടില്ല. ഇന്നലെ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു നമുക്ക് പോവാം, അങ്ങനെ കയറി. നല്ല ആംബിയൻസ്, നല്ല ഫീൽ ഗുഡായിരുന്നു. അവിടെ ചെന്നപ്പോൾ ചെറിയ സോങ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ സെറ്റ് ചെയ്തിട്ട്. പിന്നെ സൺഡേ ആയതുകൊണ്ട് പറയേ വേണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ കുറേ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ടും സ്വർഗം സ്പെഷ്യൽ ബീഫ്, പിന്നെ അവിടുത്തെ കട്ടൻ, കല്ലപ്പം അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. പാൽക്കപ്പയായിരുന്നു എൻ്റെ ഫേവറേറ്റ്. പക്ഷെ പാൽക്കപ്പ അവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അത് കഴിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ബായ് പറഞ്ഞ് പോരുകയാണ് ചെയ്തത്. അപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നാളെ ക്ലാസ്സിൽ പോകണം ശങ്കരിക്ക്. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ സൺഡേ അടിപൊളിയായിട്ട്